നല്ല കട്ട സിക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. നല്ല പനി അടിച്ചിരിക്കുക എനിക്കും ജനിക്കും. ഒരു 2 പെരഡോളൊക്കെ എടുത്ത് കഴിച്ച് ജനിക്കും ചെറുതായിട്ട് മരുന്നൊക്കെ കൊടുത്ത് ഒരു വിധത്തിലൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും പ്രഹസനമാണിത്. ബെഡൊക്കെ ഒന്ന് വിരിച്ച് എന്നെ തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു എന്നൊന്നും തോന്നണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രഹസനം മാത്രമാണിത്. പിടിയെന്നും പറഞ്ഞ് എനിക്ക് കുറച്ച് കഞ്ഞി കൊടുത്ത് ഒന്ന് ആ കിടന്ന സോഫേനോടൊരു ആദരവ് പ്രമാണിച്ച് അതും ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടിട്ട് നേരെ ജിപിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പറയില്ലേ, ഈ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്, അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ജിപിയുടെ അടുത്ത് പോയാലും കുറച്ച് ഒരുങ്ങിയിട്ടാണ് പോയത്. അത്ര വലിയൊരുക്കൊന്നല്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ടു, നല്ലൊരു ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ട് ഇതാ ഓടുന്നു ജെനിനെയും കൊണ്ട്. നമ്മൾ മെഡിക്കേഷൻ കഴിച്ചതിൻ്റെ ഒരു ബലത്തിലാണ് കേട്ടോ ഈ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഒടിഞ്ഞ് വീണ് കിടന്നാലേ ഞാനും ജെനിയും. എന്തായാലും അധികം നേരം നമുക്ക് ജിപിയുടെ അടുത്തൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിടിയെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ച് ഓടിപ്പോയി. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പ്. പിടിയെന്നും എനിക്കാണെങ്കിൽ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നല്ല മീൻകറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. മീനൊക്കെ പുറത്തെടുത്തിട്ടെങ്കിലും എല്ലാം എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി ചെമ്മീൻ മാങ്ങ കറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ചേച്ചിനെ വിളിച്ച് റെസിപ്പി ചോദിച്ചു കേട്ടോ. എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നു. ആ റെസിപ്പി ഉണ്ടാക്കി. എൻ്റെ പൊന്നെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിലൊരൊറ്റ കാര്യം ഞാൻ ആഡ് ചെയ്തത്, കുറച്ച് ചക്കക്കുരും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ചില സമയത്ത് ചില ആൾക്കാർ നമുക്ക് സ്നേഹത്തോടുകൂടി വിളമ്പുന്നൊരു സംഭവത്തിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്കൊരാളൊരു സംഭവം ഉണ്ടാക്കി തരുമ്പോൾ അത് അവരുടെ ഒരു സ്നേഹം എക്സ്ട്രാ ഒരു റെസിപ്പിനെ സ്പെഷ്യലാക്കുമെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിവേ, ഞാൻ ആക്രാന്തത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷം, ഒരു സ്നേഹം, റെസ്പെക്റ്റ് എന്തൊക്കെയൊക്കെ തോന്നി. അത് പിന്നെ അങ്ങനെ വേണമല്ലോ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനില്ലല്ലോ. എനിവേ, അടുത്തത് മീൻമുട്ടത്തോരൻ ഞാൻ ആക്ച്വലി ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കിയതല്ല. ഞാൻ എൻ്റേതായ റെസിപ്പിയിലാണ് ഞാനത് ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്നു. പിന്നെ അവസാനം നല്ല ചൂട് ചോറും ആ കറിയും പയറ് മെഴുക്ക് വരട്ടിയും എല്ലാം കൂടിയിട്ട് ആ മീൻമുട്ടത്തോരനും അടിപൊളിയായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ് ഓഫ് മെഡിക്കേഷൻ എടുത്ത് ടി വിയും കണ്ട് ആ സോഫയിൽ